SSLC റിസൾട്ടിനും റീവാലുവേഷനൊക്കെ ശേഷം അടുത്ത എല്ലാ മക്കളും അലോട്ട്മെൻറ്റും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അലോട്ട്മെൻറ്റിന് പോകുന്ന സമയത്ത് റെഡിയാക്കി വെക്കേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും പിന്നെ സ്കൂൾ കോഡുകളും കോമ്പിനേഷൻ്റെ ഡീറ്റെയിൽസും. അതായത് സ്കൂൾ കോഡുകളും കോമ്പിനേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്കൂളിൽ ചേരാൻ പോകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പാലക്കാട് ഒരു സ്കൂളിൽ ചേരുകയാണെന്ന് ഇരിക്കട്ടെ. പക്ഷേ ആ സ്കൂളിൻ്റെ പേരായിരിക്കില്ല നമ്മളൊരിക്കലും കൊടുക്കുന്നത്. ആ സ്കൂളിനൊരു കോഡ് ഉണ്ടാവും. ആ കോഡും പിന്നെ കോമ്പിനേഷൻ, ഇപ്പോൾ സയൻസിന് ചേരുന്നു എന്നെഴുതി കൊടുക്കില്ല, ഹ്യൂമാനിറ്റീസിന് ചേരുന്നു എന്നെഴുതി കൊടുക്കില്ല. അതിന് പകരം ഇപ്പോൾ സയൻസിൻ്റെ കോഡ് 1 ആണെങ്കിൽ ആ സയൻസിൻ്റെ കോഡ് 1, കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡ് 5 ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഡ് 5, അങ്ങനെയാണ് കൊടുത്തു പോകുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത തവണ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല അതിന് മുമ്പായിട്ട് നമ്മൾ കുറേ ഡോക്യുമെൻ്റ് തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണിത്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ അതായത് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ഒരു ഡോക്യുമെൻറ്റും കൊടുക്കേണ്ടി വരില്ല. അതിന് പകരം നമ്മൾ അഡ്മിഷന് പോകുമ്പോൾ അലോട്ട്മെൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും ആധാർ കാർഡ്, കൂടാതെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്. ഇനി നമ്മൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന രേഖകളുടെ ആവശ്യം വരുന്നില്ല. പകരം നമുക്ക് 2 മാസം കഴിയുമ്പോൾ ഗ്രാൻഡ് വിളിക്കും. ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലിക്കേഷന് വിളിക്കുമ്പം നമ്മൾ ഈ രേഖകളൊക്കെ ഹാജരാക്കണം. ഇനി നിങ്ങൾക്ക് SSLCയുടെ ഒറിജിനൽ കിട്ടിയില്ലെങ്കിൽ ആണ് നമ്മൾ ഇനി പറയുന്ന രേഖകളെല്ലാം ഹാജരാക്കേണ്ടി വരിക നിങ്ങൾ അലോട്ട്മെൻറ്റിന് പോകുന്ന സമയത്ത്. അതിലൊന്ന് EWS സർട്ടിഫിക്കറ്റാണ് വരിക. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അത് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ SC കുട്ടികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, പിന്നെ OBC ആൻഡ് അതേഴ്സ് അവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റുമാണ് അപേക്ഷിക്കേണ്ടത്. ഇത്തരം അപേക്ഷകളൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിലോ CSCയിലോ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മുൻകൂട്ടി രേഖകൾ തയ്യാറാക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ആ സമയത്തുള്ള സർക്കുലർ പ്രകാരം ഇനിയിപ്പോൾ രേഖകൾ ഹാജരാക്കണം എന്ന് വരികയാണെങ്കിൽ മിക്ക സ്കൂളുകളിലും ആദ്യം വേണ്ടെന്നൊക്കെ പറയും, പിന്നീട് ചോദിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ടെൻഷൻ അടിക്കാതെ മുൻകൂട്ടി രേഖകൾ തയ്യാറാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനൊപ്പം പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറയാൻ വിട്ടുപോയി. ഇതിനൊപ്പം നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും കൂടി എടുത്തു വെക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സമയത്ത് അതിന് ശേഷമൊക്കെ അത് ഉപകാരപ്രദമാവുള്ളൂ. അപ്പോൾ അത് ഒന്ന് എല്ലാവരും വില്ലേജ് ഓഫീസിൽ ഇപ്പം തന്നെ ഒരു അപേക്ഷയൊക്കെ കൊടുത്തെടുത്ത് വെക്കുക. ആ സമയത്ത് ചെയ്യാൻ നിൽക്കുന്ന നേരത്ത് ഒരുപാട് അപേക്ഷകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വൈകി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ മാക്സിമം നേരത്തെ ചെയ്യുക എല്ലാവരും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കാം.